കേരളത്തിലെ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതിൽ കേന്ദ്ര നിയമങ്ങൾ ബാധകമാണെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ അമിത വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന മോഡിഫിക്കേഷൻ അനുവദിക്കില്ല എന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കളർ കോഡ്, അപകടകരമല്ലാത്ത ഫിറ്റിംഗ് ഉൾപ്പെടെ അനുവദിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അപകടകരമല്ലാത്ത ഫിറ്റിങ്സ് വയ്ക്കുന്ന കാര്യത്തിൽ, വാഹനത്തിൻ്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KSRTC ബസ് കൂടുതലായുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. 2500 രൂപ വരെ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രതിസന്ധി കുറയ്ക്കാനാണ് നികുതി പകുതിയായി കുറച്ചതെന്നും സി.പി. ജോൺ പറഞ്ഞു. വിശദാംശങ്ങളുമായി അർജുനാണ് ചേരുന്നത്. അർജുൻ, ഈ വാഹന മോഡിഫിക്കേഷൻ ഈ UDF-ന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ഉണ്ടായിരുന്ന പ്രധാന കാര്യമാണ്. അതിൽ വലിയ തരത്തിൽ ആളുകളൊക്കെ UDF-നെ പിന്തുണച്ചൊക്കെ രംഗത്ത് എത്തുകയൊക്കെ ചെയ്തതാണ്. നമുക്കറിയാം ഈ പൂക്കി മുഖ്യമന്ത്രി എന്നുള്ള വാക്ക് വരെ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ. പക്ഷേ അതിലും ഒരു യു ടേൺ അടിക്കുകയാണോ സർക്കാർ? എന്താണ് ഇക്കാര്യത്തിൽ സി.പി. ജോൺ പറയുന്നത്? സ്വാതി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിറഞ്ഞു നിന്നത്. അതായത് വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കും എന്നുള്ള വി.ഡി. സതീശൻ്റെ പ്രഖ്യാപനം അത് പിന്നീട് വലിയ ചർച്ചയാവുകയും യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും നിയമസഭയിൽ അത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് കേന്ദ്ര നിയമങ്ങൾ ബാധകമാണ് എന്നുള്ള മറുപടിയാണ് ഗതാഗത മന്ത്രി സി.പി. ജോൺ നൽകിയിട്ടുള്ളത്. സജി ചെറിയൻ്റെതായിരുന്നു ചോദ്യം. വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്താൻ ആലോചിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മോഡിഫിക്കേഷന് കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങൾ ബാധകമാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതായത് വാഹന പ്രേമികൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് മോഡിഫിക്കേഷൻ നടത്തുന്നതിൽ പരിമിതിയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ അനുവദിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമിത വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. അതേസമയത്ത് വാഹനങ്ങളുടെ നിറം, അപകടകരമല്ലാത്ത ഫിറ്റിംഗ്, പുറത്തേക്ക് തെറിച്ചു നിൽക്കാത്ത തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇളവ് ആകാം എന്നാണ് ഗതാഗത മന്ത്രി മറുപടി പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് വലിയ ശബ്ദമുണ്ടാക്കുന്ന, വലിയ വെളിച്ചവും തീയും ഒക്കെ തുപ്പുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കുന്നത്. അതിനുള്ള കാരണം കേന്ദ്ര മാനദണ്ഡങ്ങൾ തന്നെയാണ്. അത് മറികടന്നുകൊണ്ട് സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. പ്രൈവറ്റ് ബസ്സുകൾ പലയിടങ്ങളിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. 1500 മുതൽ 2500 വരെ ദിവസം കളക്ഷൻ പ്രൈവറ്റ് ബസ്സുകാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലപാടാണ്, അല്ലെങ്കിൽ ആ മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. KSRTC ബസ് അധികമുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉള്ളത്. അത് എല്ലാ മേഖലയിലും ഒരുപോലെ എന്ന നിലയ്ക്കല്ല. പക്ഷേ പ്രൈവറ്റ് ബസ്സുകൾ പോലെ തന്നെ KSRTC ബസ്സുകളും സർവീസ് നടത്തുന്ന ഇടങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് ചില പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവിടെ കളക്ഷനകത്ത് 2500 രൂപ വരെ ദിവസം കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലല്ല, മറ്റ് ചില മേഖലയിലും പ്രതിസന്ധിയിലല്ല. അതേസമയത്ത് ഈ ഒരുപോലെ സർവീസ് നടത്തുന്നിടങ്ങളിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധി പ്രൈവറ്റ് ബസ്സുകാർ നേരിടുന്നു എന്ന് തുറന്നു സമ്മതിക്കുകയാണ്. ശരി അർജുൻ, എന്തായാലും അതാണ് ഗതാഗത മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാഹന മോഡിഫിക്കേഷൻ, അതുപോലെ പ്രൈവറ്റ് ബസ്സുകാർ നേരിടുന്ന പ്രതിസന്ധി. ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഗതാഗത മന്ത്രി സഭയിൽ പറഞ്ഞത്.